ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു A5 ഫോട്ടോ ഫ്രെയിമിൻ്റെ എഡിറ്റിങ്ങും പ്രിൻറ്റിങ്ങും ഫ്രെയിമിങ്ങുമായിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണട്ടോ. അതിനുവേണ്ടി ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്ത് ഏത് ഡോക്യുമെൻ്റ് എന്ന് സെർച്ച് ചെയ്യുക. അതിനുശേഷം ക്രിയേറ്റ് ബ്ലാങ്ക് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ളൊരു പേജിലോട്ടാണ് പോവുക. അതിന് താഴെ കാണുന്ന പ്ലസ് ഐക്കണിൽ പോയാൽ അപ്ലോഡ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വേണ്ട ഫോട്ടോ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു സിംഗിൾ ഫോട്ടോ ആണ് കേട്ടോ ആഡ് ചെയ്യണത്. അത് വേണ്ട രീതിയിൽ നമുക്ക് ക്രോപ്പ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ സൈസ് എങ്ങനെ നോക്കുകയെന്ന് വെച്ചാൽ ഇതൊരു A3 ഷീറ്റാണല്ലോ. ഈ A3യുടെ പകുതിയായിട്ടാണ് A4. അപ്പോൾ നമ്മൾ A4 ആയിട്ട് ഈ ഫോട്ടോ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് രണ്ട് ഭാഗത്തും ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് A4 ആയിട്ട്. ഇനി A4ൻ്റെ പകുതിയായിട്ടാണ് A5 വരിക. നമുക്കിപ്പോൾ A5 ആണല്ലോ വേണ്ടത്. വീണ്ടും ഞാൻ അതിൽ സെലക്ട് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ആ A4ൻ്റെ പകുതിയായിട്ട് ഞാൻ ഈ A5 സെറ്റ് ചെയ്യാണ്. അപ്പോൾ A4ൻ്റെ പകുതിയാണ് A5. അപ്പോൾ ആ ഒരു രീതിയിൽ വരുന്ന ഇതിൽ നമ്മൾ സെറ്റ് ചെയ്യണം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോസൊക്കെ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച ആ ഫോട്ടോസൊക്കെ ഞാൻ റിമൂവ് ചെയ്തിട്ടോ. അപ്പോൾ നമുക്ക് A5 ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ. ആ ഒരു സൈസിനായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഞാൻ ആ ഫോട്ടോയുടെ സൈഡിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടായി വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത്. ഞാനതിൽ വേറെ പിക്കും കൂടി ആഡ് ചെയ്തിട്ടാണ് ഞാൻ പ്രിൻ്റ് എടുത്തത്. അപ്പോൾ ഇതുപോലെയാണ് ഇതാ പ്രിൻ്റ് എടുത്താൽ ഇങ്ങനെയാണ് വരിക. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ഫ്രെയിമിലോട്ട് നമുക്ക് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് കളറിലുള്ള A5 ഫ്രെയിമാണ് എടുത്തിട്ടുള്ളത്. ഇനി ആ ഫ്രെയിമിൻ്റെ സൈസിലായിട്ട് നമുക്ക് ഫോട്ടോ കട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ സൈഡിലുള്ള ഭാഗം ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഫ്രെയിമിൻ്റെ കറക്റ്റ് സൈസിൽ ഫോട്ടോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഗ്ലാസ് അതിൽ വെച്ച് കൊടുത്തിട്ട് ഞാൻ പെൻസിലുകൊണ്ട് മാർക്ക് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ആ മാർക്ക് ചെയ്ത ഭാഗത്തിലൂടെ കട്ട് ചെയ്യാണ്. ഇനി നെക്സ്റ്റ് ആ ഫ്രെയിം നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഞാൻ ഈ ഫ്രെയിം ആദ്യം ഒന്ന് വെള്ളം സ്പ്രെഡ് ചെയ്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിരുന്നു കേട്ടോ. എത്ര തുടച്ചാലും അതുമേ നല്ല പൊടികളുണ്ടാവും. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് ടിഷ്യൂ വെച്ച് തുടച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഫോട്ടോ അതിലേക്ക് ആഡ് ചെയ്യാണ്. നമ്മൾ ഫോട്ടോ എത്ര കറക്റ്റ് സൈസായിട്ട് കട്ട് ചെയ്താലും ചെറിയൊരു ഇതുണ്ടാവും. അപ്പോൾ നമ്മൾ ഒന്നും കൂടി നോക്കിയിട്ട് കട്ട് ചെയ്യണം. ഫോട്ടോ വെച്ചതിന് ശേഷം ബാക്ക് ഭാഗം അതിലേക്ക് വെച്ച് ആ കാണുന്ന ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ആ വീഡിയോ എടുക്കാൻ മിസ്സായി. അപ്പോൾ ഫ്രെയിം ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കുന്നവരൊന്ന് നോക്കി നോക്കിട്ടോ. ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ.